Hi students, in this video we are discussing some properties of an inverse function. കഴിഞ്ഞ വീഡിയോയിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നൊക്കെ പഠിച്ചു. ഇവിടെ നമ്മൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പിന്നെ പ്രോബ്ലംസ്. Now you consider a question function f from a to b. Here a is equal to 1 2 3, b is equal to a comma b comma c. ഇവിടെ ഞാൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് 1 2 3 ആണ്. റേഞ്ച് എന്ന് പറയുന്നത് എ ബി സി ആണ്. ഫ്രം ദിസ് ഫിഗർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എഫ് ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ആണ്, ഓൺ 2 ആണ്. സോ ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. ഞാനൊരു അനദർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്ക്, ഓക്കെ, കോഡൊമെയിനിൽ നിന്ന് ഡൊമെയിനിലേക്ക് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ഇൻ സച്ച് എ വേ ദാറ്റ് ഹിയർ എഫ് ഈസ് മാപ്പിംഗ് 1 to a, സോ ജി ഈസ് മാപ്പിംഗ് a to 1. ഇവിടെ 2നെ ബിയിലേക്ക് മാപ്പ് ചെയ്തപ്പോൾ ബിനെ 2ലേക്ക് തിരിച്ച് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. 3നെ സിയിലേക്ക് വന്നപ്പോൾ സിനെ 3ലേക്ക്. ഇങ്ങനെ ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ ഐ ക്യാൻ സേ ദാറ്റ് ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് ഫ്രം ബി ടു എ. ഓക്കെ, എല്ലാ കേസിലും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കേസിൽ വളരെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എല്ലാ കേസിലും ചെയ്യാൻ പറ്റണമെന്നില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റുക എപ്പോഴാണെന്നറിയോ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രം. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് ബൈജക്റ്റീവ് ഫ്രം എ ടു ബി, ദെൻ ഇറ്റ്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ഫ്രം ബി ഓൺ ടു എ. ഇനി അതുപോലെ തന്നെ അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ, നോക്കി നോക്കൂ, എഫിൻ്റെ ഡൊമെയിനും റേഞ്ചും ഇതാണ്. എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ എന്താ വരുന്നത്? എഫിൻ്റെ റേഞ്ച് ആയിട്ടാണ് വരുന്നത്, അല്ലേ? അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. അനദർ തിങ് ഈസ്, സപ്പോസ് I am giving one f of x. f of x is equal to 2x plus 1. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ തന്നു, f of x equal to 2x plus 1. Then what is f of 2? f of 2 is equal to 5. ഇതൊരു ഇൻവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ what is f inverse of 5? It is equal to 2. അതങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. 2നെ 5ലേക്ക് മാപ്പ് ചെയ്താൽ എഫ് ഇൻവേഴ്സ് 5നെ എങ്ങോട്ട് മാപ്പ് ചെയ്യുക? 2ലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ലോജിക്ക് വെച്ച് മനസ്സിലാക്കണം. ഇനി നൗ യു കൺസിഡർ another ഫംഗ്ഷൻ f of x is equal to x square from a to b. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. ഇതുകൊണ്ടാണ് ഇത് 1 ഓൺ 2 ആണല്ലേ, കാരണം എന്താ, റേഞ്ചും കോഡൊമെയിനും സെയിം ആണ്. പക്ഷേ 1 1 അല്ല. വൈ? ബിക്കോസ് 1 എന്ന് പറഞ്ഞ എലമെൻറ്റിലേക്ക് 2 എലമെൻറ്റിൽ നിന്നാണ് മാപ്പിംഗ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് 1 1. അപ്പോൾ ഇത് ബൈജക്റ്റീവ് അല്ല. ബൈജക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ ബിയിൽ നിന്ന് എയിലേക്ക്? ഇല്ല. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു എഫ് ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയിലേക്ക് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന്. പക്ഷേ ഐ ക്യാൻ സേ ദാറ്റ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ഫ്രം ബി ടു എ സെറ്റ് എസ്, സബ്സെറ്റ് ഓഫ് എ. അതായത് ബിയിൽ നിന്ന് എയിലേക്ക് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല, അത് നമുക്കറിയാം, ഡെഫിനിഷൻ പ്രകാരം ചെയ്യില്ല. പക്ഷേ എനിക്ക് പറയാൻ പറ്റും എഫ് ഇൻവേഴ്സ് ബിയിൽ നിന്ന് എയുടെ ഒരു സബ്സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ബിയിൽ നിന്ന് എയുടെ ഒരു സബ്സെറ്റിലേക്ക്. ഏതായിരിക്കും ആ സബ്സെറ്റ്? നിങ്ങൾക്കത് ആലോചിച്ച് കണ്ടെത്തി പറയാൻ പറ്റുമെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. അതായത് ബിയിൽ നിന്ന് എയുടെ ഏത് സബ്സെറ്റിലേക്കാണ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ടൊരു പോയിന്റ് പറഞ്ഞു തരാം. ഇവിടെ ഈ ഫംഗ്ഷൻ ബിയിൽ നിന്ന് എയിലേക്ക് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇപ്പം ഞാനിവിടെ ബി വരച്ചു 1,4, എ വരച്ചു 1 -1 2 -2. 1നെ ഞാൻ എവിടേക്കാണ് മാപ്പ് ചെയ്യേണ്ടത്? 1ലേക്കും -1ലേക്കും മാപ്പ് ചെയ്യണം, അല്ലെ? 1ലേക്കും -1ലേക്കും മാപ്പ് ചെയ്യണം. 4നെയോ 2ലേക്കും -2ലേക്കും മാപ്പ് ചെയ്യണം. ഇതാണ് നമ്മൾ എഫ് ഇൻവേഴ്സ് ആയിട്ട് ചെയ്യാറ്. പക്ഷെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ഫംഗ്ഷൻ ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഒരു എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യാൻ പാടുള്ളൂ ഒരു ഫംഗ്ഷൻ. ഇവിടെ ഒരു എലമെൻറ്റിനെ 2 എലമെൻറ്റിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്, എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് -1 ആണ്. അത് 2 എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്താൽ ഇതൊരു ഫംഗ്ഷൻ അല്ല. അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് എഫ് ഇൻവേഴ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എയുടെ ഒരു സബ്സെറ്റിലേക്ക് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ സബ്സെറ്റ് ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് കണ്ടെത്തുക. നമ്മുടെ സിലബസിലുള്ളതെല്ലാം ഒന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആലോചിച്ച് കണ്ടെത്തും. ഒരു ഗ്രൂപ്പിൽ പറയും. ഓക്കെ, now we can discuss some problems. Here question, let f of x equal to x square plus 2x plus 3. Restrict f to a suitable interval so that it has an inverse. Find the inverse function and sketch its graph. ഇവിടെ എന്താ പറയണതെന്നറിയോ? നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡൊമെയിൻ എന്തായിരിക്കണം എന്നാണ്.
ഞാൻ കഴിഞ്ഞൊരു എക്സാമ്പിളിൽ പറഞ്ഞില്ലേ, ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് എഫ് ഓഫ് എക്സിന് ഇൻവേഴ്സ് ഇല്ല. പക്ഷേ എയുടെ ഒരു സബ്സെറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ സെറ്റിൽ നിന്ന് ഇവിടേക്ക് ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എസ് നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടു. അതുപോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. എഫ് ഓഫ് എക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഡൊമെയിൻ എന്തായിരിക്കും എന്നൊക്കെയാണ്. നമുക്ക് നോക്കി നോക്കാം, ഈസിയാണ്. നമുക്ക് ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ലെറ്റ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 എന്ന് എഴുതുന്നു. ഞാൻ വൈനെ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഐ ഗെറ്റ് ലൈക്ക് ദിസ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ വി ഗെറ്റ് എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2, സി ഈക്വൽ ടു 3 മൈനസ് വൈ എന്ന് കിട്ടും. ഫ്രം ദിസ് ഐ ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b square minus 4ac divided by 2a. So we substitute for a, b, c, we get x is equal to minus 1 plus or minus root of y minus 2. That is x is equal to minus 1 plus root of y minus 2. നമുക്കിവിടെ എക്സിന് 2 വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് നമ്മൾ ജി ഓഫ് വൈ ആക്കി എടുക്കുക. അപ്പോൾ ജി ഓഫ് വൈ 2 എണ്ണം വന്നിട്ടുണ്ട്. സോ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം, മറ്റാളിനെ പിന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിനെ ഞാൻ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. നൗ ഐ ആം കൺസിഡറിങ് ദിസ് ഓൺലി. ഈ പ്ലസ് സൈൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. സോ എക്സ് ഈക്വൽ ടു minus 1 plus root of y minus 2. So I take this is equal to g of y. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതാന്ന് കിട്ടി. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം, നമ്മളിത് എടുക്കുന്നേക്കാൾ മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. നോക്കി നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ റൂട്ട് ഓഫ് y മൈനസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും മാത്സിലെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡിനോമിനേറ്ററിൽ 0 വരരുത്, റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരരുത്, ലോഗിൻ്റെ ഉള്ളിൽ നെഗറ്റീവും 0യും വരരുത്. അപ്പോൾ ഇവിടെ റൂട്ട് വന്നിട്ടുണ്ട്. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? y മൈനസ് 2ൻ്റെ വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് വൈയുടെ വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇഫ് y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ 2വിനേക്കാൾ വലുതാവുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായാലും -1നേക്കാളും വലുതാവും അല്ലേ. വൈയുടെ വാല്യൂ 2വിനേക്കാളും വലുതാവുമ്പോൾ എക്സിൻ്റെ വാല്യൂ -1നേക്കാളും വലുതാവും. കാരണം ഇത് -1 പ്ലസ് ആണ്, ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പം ഒരു നമ്പറിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് വരിക ചെയ്യുക. സോ വി ക്യാൻ സേ ദാറ്റ് y ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇംപ്ലൈസ് x is greater than or equal to -1. Okay, so I can say that inverse exists if y is greater than or equal to 2 and x is greater than or equal to -1. So we get, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതായിരുന്നു. ദിസ് ഫംഗ്ഷൻ ഹാസ് ഇൻവേഴ്സ് ഇഫ് x is greater than or equal to -1. It's corresponding y greater than or equal to 2. ഓക്കെ, ഇത് ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത്, ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ -1നേക്കാളും വലുതായാൽ മാത്രമേ ഈ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ ഈ ഗ്രാഫ് നോക്കി നോക്കൂ. നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഇല്ലയാണ്. എന്തുകൊണ്ടാണ്? നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ 2 പോയിന്റിൽ ഈ ഗ്രാഫിനെ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഡസൻറ്റ് ഹാവ് ഇൻവേഴ്സ്. പക്ഷേ ഇവിടെ ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഇല്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഇതിൻ്റെ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്തു. ഇതിൻ്റെ ഡൊമെയിൻ ഈ -1 തൊട്ട് ഇവിടെ തൊട്ടേ എൻ്റെ ഗ്രാഫുള്ളൂ. എക്സിൻ്റെ വാല്യൂ -1നേക്കാളും വലുതാവും അല്ലേ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പം -1 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടം തൊട്ടാണ് എൻ്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഈ ഡോട്ടഡ് ലൈൻസ് ഇല്ല. ഈ ഡോട്ടഡ് ലൈൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കില്ലേ? ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് നോക്കൂ. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഇവിടെ ടച്ച് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു ഗ്രാഫ് നമുക്ക് ഇല്ല. നമ്മുടെ ഡൊമെയിൻ ഇവിടം തൊട്ടാണ് നമ്മൾ എഴുതുന്നത്. ഈ ഭാഗം നമ്മൾ കളഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന് അവർ പറയുന്ന ഡൊമെയിനിൽ ചിലപ്പോൾ ഇൻവേഴ്സ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമുക്ക് ആ ഡൊമെയിനിൻ്റെ ഒരു സബ് ഡൊമെയിൻ, ഒരു സബ്സെറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ സബ്സെറ്റിൽ നമുക്ക് ഫംഗ്ഷൻ എന്ത് കണ്ടെത്താൻ പറ്റും? ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിങ്ങനെയുള്ള കാര്യങ്ങളാണ്. റൂട്ട്, ലോഗ്, ഡിനോമിനേറ്റർ, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. Now we can go to another question. Verify that this function has an inverse if f is defined on this interval. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടോ ഈ ഇൻ്റർവെല്ലിൽ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യുക? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണോ നോക്കണം, ഇൻക്രീസിങ് ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കും? ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്താൽ മതി? ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോക്കുക, അല്ലെങ്കിൽ ഡിക്രീസിങ് ആണോ നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന്
ട്രൂ ആയാൽ മതി. എങ്ങനെയാണ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും നോക്കുക? ഡെറിവേറ്റീവ് കാണുക. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 വന്നാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ലെസ് ദാൻ 0 വന്നാൽ decreasing ആണ് for every x on that interval. So we have the question f of x equal to x square plus x. Its derivative നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ പോളിനോമിയൽ ആണല്ലേ. നമുക്കറിയാം എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. അറിയാത്തവർ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. എവരി പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഓൺ ദ എൻറ്റയർ റിയൽ ലൈൻ. അതായത് -∞ to ∞ എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവെല്ലിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ പോളിനോമിയൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നമുക്കത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അത് രണ്ടും അല്ലേ എന്ന് നമുക്ക് നോക്കി നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ, ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x + 1 ആണ് വരിക. 2x + 1 ഇത് എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 0 വരിക? 2x + 1 എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ? If 2x is greater than -1 and x is greater than -1/2. So we can say that the function, the derivative is greater than 0 if x is greater than -1/2. അതായത് നമ്മുടെ സംഖ്യ നമ്പർ ലൈനിൽ 0, ഇവിടെയാണ് -1/2 വരുന്നത്. എക്സിൻ്റെ വാല്യൂ ഇവിടെ തൊട്ട് -1/2നേക്കാളും വലുതാണെങ്കിൽ എഫ് ഇൻക്രീസിങ് ആണ്. അതായത് ഐ ക്യാൻ സേ ഓൺ ദ എൻറ്റയർ നമ്പർ ലൈനിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എല്ലാവിടെയും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഇവിടെ തൊട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും -1/2 തൊട്ടുള്ള സ്ഥലത്ത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള എല്ലാ പ്ലേസിലും ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ്, ഇൻക്രീസിങ്ങും ആണ്. അതായത് ഇതിനെ നമ്മൾ ഇങ്ങനെ ഇൻ്റർവെല്ലാക്കി എഴുതുക, -1/2, ∞. ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ്, ഇൻക്രീസിങ്ങും ആണ്. സോ നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷന്, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ഇൻ ദിസ് ഇൻ്റർവെൽ. ഓക്കെ, consider the question, let f of x equal to x raised to 5 plus x. Show that f has inverse on this interval. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണും. ഡെറിവേറ്റീവ് എന്താ വരിക? 5x raised to 4 plus 1. നമുക്കറിയാം ഈ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്തുകൊണ്ടാണ്? x raised to 4 എപ്പോഴും പോസിറ്റീവാണ്. അതിൻ്റെ കൂടെ പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ഐ ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓൺ ദിസ് ഇൻ്റർവെൽ ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. എന്തായിരിക്കും ഇതിൻ്റെ ഡൊമെയിൻ എന്നാണ് നമുക്കറിയാം. ബൈ ദ ഡെഫിനേഷൻ വി നോ ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ദ ഡൊമെയിൻ ഓഫ് ഇറ്റ്സ് ഇൻവേഴ്സ് ഇസ് f of a, f of b ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്താ വരിക? f of -2, f of 2 ആയിരിക്കും. f of -2 കാണാം. ഇവിടെ എക്സിന് പകരം -2 കൊടുത്താൽ f of -2 കിട്ടും, എക്സിന് പകരം 2 കൊടുത്താൽ f of 2 കിട്ടും. അപ്പോൾ യു വിൽ ഗെറ്റ് ദിസ്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്തായിരിക്കും? ഇത്. സപ്പോസ് ചെയ്യാൻ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന്. ഡിക്രീസിങ് ആണെങ്കിൽ എന്തായിരിക്കും ഡൊമെയിൻ എന്ന് പറയുന്നത് f of b, f of a ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് എഫ് ഹാസ് ആൻ ഇൻവേഴ്സ് ഓൺ ദിസ് ഇൻ്റർവെൽ എന്ന്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെൽ ഒന്നും കൂടി മാറ്റി, ഇത്തിരി കൂടി വലിയ ഇൻ്റർവെൽ അവർ തന്നത് -∞, ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? അതെ. ഇനി ഇൻക്രീസിങ് ആണോ? അതുമാണ് അല്ലേ. നമുക്കറിയാം ഈ ഡെറിവേറ്റീവ് എല്ലാവിടെയും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഈ ഇൻ്റർവെല്ലും ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവെല്ലും ഇൻക്രീസിങ് ആണ്. സോ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എഫ് ഇൻവേഴ്സ് ഓഫ് 2. നമുക്ക് എഫ് ഇൻവേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നില്ല. ഫൈൻഡ് ചെയ്യാതെ തന്നെ എഫ് ഇൻവേഴ്സ് ഓഫ് 2 കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണെന്നറിയോ? ഇതിൽ ഈ എഫ് ഓഫ് എക്സിൽ വാട്ട് ഈസ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1 നോക്കി നോക്കുക, 2 എന്ന് കിട്ടും. എഫ് ഓഫ് 1 2 ആണെങ്കിൽ വാട്ട് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് 2? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതൊരു ലോജിക്കാണ്. ഇത് എഫ് ഓഫ് 1 ഈക്വൽ ടു 2 ആണ്. നമുക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. 1 ഇട്ട് കൊടുത്തത് പെട്ടെന്ന് 2 എന്ന് കിട്ടും. സോ എഫ് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.